Your life is a result of the choices you have made. If you don't like your life, start making better choices. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം അങ്ങ് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചോളൂ. സവിത പറഞ്ഞില്ല, എനിക്ക് നേഴ്സിംഗ് ഒരു താല്പര്യത്തോടെ അല്ല ഞാൻ പോയത്. ദാറ്റ്സ് പെർഫെക്റ്റ്ലി ഓക്കെ. പക്ഷെ സവിത ഇപ്പൊ എന്ത് ചെയ്യാണ്? ഒന്ന്, ആ നേഴ്സിംഗ് ഇഷ്ടത്തോടെ ചെയ്യുന്നു എന്ന് ഞങ്ങൾക്കറിയാം, ഇഷ്ടപ്പെട്ടു അതിനെ. രണ്ട്, ഒരു പാഷൻ ഉള്ളിൽ കിടന്നിരുന്നു. ഷുഡ് ഗിവ് ടോക്സ്, ഷുഡ് മോട്ടിവേറ്റ് പീപ്പിൾ, ഷുഡ് ഇൻസ്പയർ പീപ്പിൾ. എന്ത് ചെയ്തു? അതൊരു ചോയ്സ് ആയിട്ട് എടുത്ത് അതിലേക്ക് എത്തി. ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ തീ. സോ ഇഫ് യു ഡോണ്ട് ലൈക്ക് യുവർ ലൈഫ്, അതിന്റെ റീസൺ എന്താ? നിങ്ങൾ തന്നെ എടുത്ത കുറെ ചോയ്സസാ. എന്ത് ചെയ്തോളൂ? ഡിഫറെന്റ് ലൈഫ് വേണോ? ബെറ്റർ ചോയ്സസിലേക്ക് പൊയ്ക്കോളൂ. യു ഡിസൈഡ്. അപ്പോൾ ഇന്നത്തെ തീം, ദ ചോയ്സ് ഈസ് യുവേഴ്സ്. അത് നിങ്ങൾക്കാ. ഞാൻ പറഞ്ഞു, ഒരു മരത്തിന് ഈ ചോയ്സ് ഇല്ല. മരങ്ങളാകേണ്ട ചില വിത്തുകളൊക്കെ ഇപ്പോഴും നമ്മുടെ വീട്ടിലേതോ ഷെൽഫിനകത്ത് ഇരിപ്പില്ലേ? ഉണ്ട്. ഓക്കെ, എന്നോ എവിടുന്നോ മേടിച്ചു വെച്ചതാണല്ലേ. പലതരം പച്ചക്കറി വിത്തും മരവിത്തുകളൊക്കെ വീട്ടിനകത്ത് ഷെൽഫിലോ അടുക്കളയിലൊക്കെ ഇരിപ്പില്ലെന്ന് ആലോചിച്ച് നോക്കി. അതിന് യാതൊരു രക്ഷയില്ല. നമ്മൾ ആരെങ്കിലും എടുത്തു കുഴിച്ചിടുന്നത് വരെ അതിന് ചോയ്സ് ഇല്ല, ഒരു ചോയ്സും ഇല്ല. മനുഷ്യൻ അങ്ങനെയല്ല. പക്ഷെ പല മനുഷ്യരും ഈ ചെടികളുടെ വിത്ത് മാതിരിയാ. ഞാൻ എന്നാ ചെയ്യാനാ അല്ലേ? യു ഡിസൈഡ്. ഇപ്പൊ തന്നെ തീരുമാനിച്ചോളൂ. പ്രത്യേകിച്ചും ജീവിതം സ്വല്പ അസ്വസ്ഥതകളിലൊക്കെയുള്ള ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ശരിയാകുന്നില്ല, പഠനം ശരിയാകുന്നില്ല, ജോലി ശരിയാകുന്നില്ല, ബിസിനസ് ഓക്കെ അല്ല, ബന്ധങ്ങൾ ശരിയാകുന്നില്ല, എന്റെ അതില്ല ഇതില്ല. യു ഡിസൈഡ്. നിങ്ങൾ തീരുമാനിക്കും. യു ആർ ഫ്രീ ടു ചൂസ്, ബട്ട് യു ആർ നോട്ട് ഫ്രീ ഫ്രം ദ കോൺസിക്വൻസ് ഓഫ് യുവർ ചോയ്സ്. 3-4 പ്രാവശ്യം മനസ്സിൽ പറയണേ. നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. രാവിലെ ഉണരണമോ അതോ ഉറങ്ങിക്കൊണ്ടിരിക്കണോ? അല്ലേ? സമയം മുഴുവനും യൂസ്ലെസ് സോഷ്യൽ മീഡിയ സ്പെൻഡ് ചെയ്യണോ, യൂസ്ഫുൾ സോഷ്യൽ മീഡിയ? അങ്ങനെ ഒരു സാധനമുണ്ട്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വേണ്ടത് മുഴുവൻ ഇന്നിപ്പോൾ വേണം സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. Where do you spend? You decide. പക്ഷെ ഒരു കാര്യമുണ്ട്, ചോയ്സിന്റെ കോൺസിക്വൻസസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ ഓരോ ആളും ഇന്നിപ്പോഴെന്താണോ, പ്രത്യേകിച്ച് കുട്ടിക്കാലമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു 10, 13, 14 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചോയ്സസാ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും പറ്റില്ല. ബേസ്ഡ് ഓൺ ഈ മെഡിറ്റേഷൻ ഒരു കവിതയെ ബേസ് ചെയ്താണ്. കവിതയുടെ പേര് സോളിറ്റ്യൂഡാണ്. വീലർ വിൽകോക്സിന്റെ ബ്യൂട്ടിഫുൾ കവിതയാണ്. ചിലരെങ്കിലും എപ്പോഴെങ്കിലും അവിടെ പഠിച്ചു കാണാൻ സാധ്യതയുണ്ട്. ഞാൻ അതിന്റെ ചില ലൈനുകളിൽ കൂടി നമ്മൾ ധ്യാനാത്മകമായി കടന്നു പോവുകയാണ്. അപ്പോൾ തുടക്കം മുതലേ തന്നെ ധ്യാനാത്മകമായി കേട്ടുകൊള്ളു. അപ്പോൾ മെഡിറ്റേഷൻ വരും നമുക്ക് വളരെ എളുപ്പമുണ്ടാവും. ചോയ്സ് ആണ്. ലാഫ് ഓർ വീപ്പ്, ദ ചോയ്സ് ഈസ് യുവേഴ്സ്. ലാഫ് ആൻഡ് ദ വേൾഡ് ലാഫ്സ് വിത്ത് യു. ചിരിക്കണോ ജീവിതത്തിൽ? നിങ്ങൾ ചിരിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ കൂടെ ചിരിക്കാൻ ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ചിരിക്കുന്നയാളുടെ കൂടെ ചിരിക്കാൻ ആളുണ്ട്. വീപ്പ് ആൻഡ് യു വീപ്പ് അലോൺ. പകരം നിങ്ങൾ പറയുക, എന്തൊരു ദുരിതമായ ജീവിതമാണ്, കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ജീവിതം, അങ്ങനെയൊക്കെ അങ്ങ് തട്ടിമുട്ടി പോകുന്നു എന്നൊക്കെ പറയുന്ന മലയാളികളെ കാണാറില്ലേ? മിക്കവാറും എല്ലാ ദിവസവും കാണും അല്ലേ? നിങ്ങൾ അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ 2 പ്രാവശ്യം പറഞ്ഞാൽ മൂന്നാമത് നിങ്ങളെ കേൾക്കാൻ ആരും ഉണ്ടാവില്ല. കാരണം ഈ ദുരിത കഥകൾ കേൾക്കാൻ കൂടുതൽ ആർക്കും അത്ര താല്പര്യമില്ല. അപ്പോൾ കരയണോ? കരഞ്ഞോളൂ. കുറച്ചു നേരം കഴിയുമ്പോൾ ആരും കാണൂല. നിങ്ങൾക്ക് ഏത് വേണം? യു ചൂസ്. അതേസമയം നിങ്ങൾ ചിരിക്കുന്ന വ്യക്തിയാണ്. ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ എടുക്കാൻ കളിക്കാൻ ഒത്തിരി പേരുണ്ടാവും. കരയാൻ തുടങ്ങിയാൽ സ്വന്തം അമ്മയ്ക്ക് പോലും തോന്നുന്നത് ഇതിന് അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഏൽപ്പിച്ചാലോ അല്ലേ? അപ്പോൾ weep and you weep alone. For the sad old earth must borrow its mirth, but has a trouble of its own. റീസൺ എന്താണെന്നറിയോ? ഈ ഭൂമിയിൽ ആവശ്യത്തിനധികം കരച്ചിലുകൾ ഉണ്ട്, ഇപ്പൊ തന്നെയുണ്ട്. പിന്നെ
നിങ്ങളുടെ ഒരു അഡീഷണൽ കണ്ണുനീരും കൂടി പ്രപഞ്ചത്തിന് ആവശ്യം ഇല്ല. അപ്പോൾ മോങ്ങിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങ് നിർത്തിക്കോളൂ. ഒരു ചോയ്സ് ഉണ്ട്. എന്തെന്ന്? ലാഫ്, സ്മൈൽ, യു ഡിസൈഡ്. സിംഗ് ആൻഡ് ദ ഹിൽസ് വിൽ ആൻസർ. നിങ്ങൾ പാടുമ്പോൾ എക്കോ ചെയ്യും ഈ പ്രപഞ്ചം നിങ്ങളുടെ പാട്ടിനെ. അപ്പോൾ പാടിക്കോളൂ പാട്ടുകൾ. ഉച്ചത്തിൽ പാടാൻ കഴിയുന്നവരുണ്ട്, മനസ്സിൽ പാടാൻ പറ്റുന്നവരുണ്ട്. പാടിക്കോളൂ. ഹിൽസ് വിൽ ആൻസർ. Sigh and it's lost on the air. പകരം നിങ്ങൾ നിശ്വസിക്കുകയാണ്, എന്തോ ഒരു കഷ്ടപ്പാടായി പോയി എൻ്റെ ഈ ജീവിതം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങളുടെ വായിൽ നിന്ന് പുറമേക്ക് വരുമ്പോൾ അതിവിടെ നഷ്ടപ്പെട്ടു പോകും. നോബഡി ആൻസേഴ്സ് യു. അപ്പോൾ യു ഡിസൈഡ്. പാടണമോ? സിംഗ് ഓർ സൈ, യു ഡിസൈഡ്. ആൻഡ് റിജോയ്സ് ആൻഡ് മെൻ വിൽ സീക്ക് യു. നിങ്ങൾ റിജോയ്സ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ ആഘോഷിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആഘോഷിക്കുന്ന വ്യക്തികളെ മറ്റുള്ളവർ സീക്ക് ചെയ്യും. നിങ്ങൾ അന്വേഷിച്ചു വരും ആളുകൾ. കാരണം ആഘോഷം ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. ഈ കാരണം കൊണ്ടല്ലേ നമ്മൾ കിലോമീറ്റർ, പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കിലോമീറ്റർ ഞങ്ങൾ നടക്കുമായിരുന്നു. അമ്പലങ്ങളിലെ ഉത്സവങ്ങളും പള്ളി പെരുന്നാളുകളും ഗാനമേളകൾക്കൊക്കെ കിലോമീറ്ററുകൾ. എന്നെ കേൾക്കുന്ന കുറച്ചുപേരൊക്കെ ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. നടന്ന് 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 ആഘോഷങ്ങൾക്ക് പോവുകയായിരുന്നു. ഇന്നിപ്പോൾ ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ റിജോയ്സ്, പീപ്പിൾ വിൽ സീക്ക് യു. ഗ്രീവ് ആൻഡ് ടേൺ ആൻഡ് ഗോ. അപ്പോൾ പകരം നിങ്ങളൊന്ന് ഗ്രീവ് ചെയ്ത് നോക്കൂ, ഒന്ന് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് മോങ്ങിക്കൊണ്ടിരുന്നോളൂ. പീപ്പിൾ വിൽ ഇമ്മീഡിയറ്റ്ലി ടേൺ ആൻഡ് ഗോ. അവരവിടെ നിന്ന് പതുക്കെ സ്ഥലം വിട്ട് കളയും. അപ്പോൾ യു ചൂസ്, യു ഡിസൈഡ്. ജീവിതം റിജോയ്സ് ഓർ ഗ്രീവ്, യു ഡിസൈഡ്. ആൻഡ് ബി ഗ്ലാഡ് ആൻഡ് യുവർ ഫ്രണ്ട്സ് ആർ മെനി. നിങ്ങൾ സന്തോഷിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടാവും നിങ്ങൾ. അപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ എനിക്ക് സുഹൃത്തുക്കളില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താ? യു ആർ നോട്ട് ഗ്ലാഡ്. ബി ഗ്ലാഡ്. ബി സാഡ് ആൻഡ് യു ലൂസ് ദം ഓൾ. സങ്കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ കൂടത്തിൽ സൗഹൃദ ബന്ധം ഉണ്ടാക്കാൻ ഒത്തിരി പേർക്കൊന്നും താല്പര്യമില്ല. അവിടെ സൗഹൃദ ബന്ധം ഉണ്ടാക്കിയിട്ടൊന്ന് കാര്യ അല്ലേ? അപ്പോൾ ബി ഗ്ലാഡ്. ബി an example of gladness. And സാഡ് ഇപ്പൊ തന്നെ അങ്ങ് ഒഴിവാക്കിക്കോളൂ. കാരണം ഇത് ചോയ്സ് ഓരോ വ്യക്തിയുടേതുമാണ്. ഫീസ്റ്റ് ആൻഡ് യുവർ ഹാൾസ് ആർ ക്രൗഡഡ്. നിങ്ങൾ ഫീസ്റ്റ് ചെയ്യുന്നവരാണോ? ഇവിടെ എല്ലാവിധ ഫീസ്റ്റ് പറഞ്ഞാൽ നല്ല ഭക്ഷണം എല്ലാം. ആളുകളെ വിളിച്ച് സൽക്കരിക്കുന്നവരാണോ? നല്ല ഭക്ഷണം കഴിക്കുന്നവരാണോ? ഡു യു ഫീസ്റ്റ് ആൻഡ് യുവർ ഹാൾസ് ആർ ക്രൗഡഡ്. എന്നും നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ നിങ്ങളെ കാണാൻ വന്നുകൊണ്ടേ ഇരിക്കും. ഇറ്റ്സ് എ ഫീസ്റ്റ്. നിങ്ങൾ സദ്യക്ക് വിളിച്ചാൽ ആളുകൾ വരും. കാരണം ഇറ്റ്സ് വർത്ത് ഗോയിങ് ദേർ. നമ്മളതൊക്കെ പറയാറില്ലേ, ആരുടെയാ ഫീസ്റ്റ്? ഓ അവിടെയാ. ഇവിടെ ചിലപ്പോൾ ഒരു കട്ടൻ ചായയും പരിപ്പോടെയും കിട്ടുമായിരിക്കും. ഓക്കെ. അതേസമയം വേറൊരിടത്താണ് നമ്മൾ പറയും എന്തെന്ന്, ആ ഫീസ്റ്റിന് പോകണം കാരണം അവിടെ അതൊരു ഫീസ്റ്റാ. ഫാസ്റ്റ് ആൻഡ് ദ വേൾഡ് ഗോസ് ബൈ. നിങ്ങൾ ആർക്കും ഒന്നും കൊടുക്കാത്ത വ്യക്തിയാന്ന് വിചാരിച്ചോളൂ. ഒരു പച്ചവെള്ളം പോലും കൊടുക്കൂല. എന്ത് സംഭവിക്കും? വേണ്ടപ്പെട്ടവർ പോലും വീട്ടിൽ കൂടി കയറി ഇറങ്ങി വരില്ല. സോ ഫീസ്റ്റ് ഓർ ഫാസ്റ്റ്, യു ഡിസൈഡ്. ഇതിനകത്തൊരു സ്പെൻഡിങ്ങിന്റെ അംശമുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലിരിക്കുന്ന പണം എന്തിനു വേണ്ടിയാ? അത് ഫീസ്റ്റ് നടത്താൻ കൂടി വേണ്ടിയാ. ഫീസ്റ്റിന് എപ്പോഴും പുറമേ നിന്ന് ആളുകൾ വരണം. സോ ഡു യു ഫീസ്റ്റ്. ഞാൻ ഓർക്കുന്നുണ്ട്, എവിടെയാന്ന് പറയൂല, ആളുടെ വീട്ടിൽ കല്യാണത്തിന് പ്ലാൻ ഇട്ടു. കൊറോണ കാലത്താണ്. ആള് പറഞ്ഞാണതെന്ന്. അത് നല്ല ധനികനാണ്. 1-2 ലക്ഷം രൂപ മാസം പെൻഷൻ കിട്ടുന്ന ഒരു വീടും കൂടിയാണ്. ആ പുള്ളി പറയാണ് എന്തെന്ന്, ഓ കൊറോണ കാലത്ത് കല്യാണം നടത്തുന്നത് പറ്റി ഭാഗ്യമായി പോയി. അതെന്താ? കുറച്ചു പേരെ വിളിച്ചാൽ മതിയല്ലോ. അങ്ങനെ ചിന്തിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതേസമയം കൊറോണ കാലത്ത് കല്യാണം നടത്തി ഇപ്പോഴും സങ്കടപ്പെടുന്നവരില്ലേ? അതുകൊണ്ട് എനിക്ക് ഒത്തിരി പേരെ വിളിക്കാൻ പറ്റിയില്ല. എന്താ കാരണം? ഒരു ഫീസ്റ്റ് നടത്താൻ പറ്റിയില്ല.
എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് പേരുണ്ട് കൊറോണ കാലത്ത് ആഘോഷിക്കാൻ പറ്റാത്ത കാരണം കൊറോണ കഴിഞ്ഞിട്ട് വിളിച്ച് ആഘോഷിച്ചു. ഇതൊക്കെ ഫീസ്റ്റിംഗ്. സോ ഡു യു ഫീസ്റ്റ് ഓർ ഡു യു ഫാസ്റ്റ്? ഫീസ്റ്റ് ആൻഡ് യുവർ ഹോൾസ് എ ക്രൗഡഡ് ഫാസ്റ്റ് ആൻഡ് ദ വേൾഡ് ഗോസ് ബൈ. അപ്പോൾ ഫാസ്റ്റിംഗ് ആണോ? ആളുകൾ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ കൂടി പോകും, പക്ഷെ വീട്ടിലേക്ക് വരില്ല. സോ തീരുമാനം നിങ്ങളുടേതാണ്. ഹെൻസ് ചൂസ്. ഇറ്റ്സ് എ പ്യുവർ ചോയ്സ്. സന്തോഷിക്കണോ? യു ചൂസ്. യു ചൂസ്. ഇപ്പൊ തന്നെ ചൂസ് ചെയ്തോളൂ. ഐ ഫ്രം ടുഡേ ഹാവ് ഡിസൈഡ് ടു ബി ഹാപ്പി. പാട്ടുപാടി, ഇനി പാട്ട് പാടാൻ പറ്റില്ല, പാട്ട് കേൾക്കെങ്കിലും ചെയ്യും കേട്ടോ. എന്നും ഒരു 2 ചെറിയ പാട്ടെങ്കിലും കേൾക്കാത്തവരാരെങ്കിലും ഉണ്ട്, ഇന്നു മുതൽ കേട്ടു തുടങ്ങണേ. കാരണം അത് പാട്ട് പാടണ്ട, എത്രയോ പാട്ടുകൾ കേൾക്കാൻ പറ്റൂലേ. ഫുൾ പാട്ട് 2 എണ്ണെങ്കിലും കേൾക്കണം ഡെയിലി. നല്ല രസകരമായ പാട്ട് എന്നിട്ട് കൂടെ മനസ്സിലെങ്കിലും ഒന്ന് പഠിക്കും. ഓർ ആഘോഷിക്കണമോ? യു ഡിസൈഡ്. പേഴ്സൺ ഓഫ് സെലിബ്രേഷൻ, യു ഡിസൈഡ്. ഫീസ്റ്റിംഗ് നടത്തണോ? യു ഡിസൈഡ്. അങ്ങനെ ലൈഫ് ഈസ് എ ചോയ്സ്. കണ്ണുകൾ ശാന്തമായി ക്ലോസ് ചെയ്യാം. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണം? ഐ ചൂസ്. ഐ ചൂസ്. And gently close your eyes.